നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിലെ കട്ട് ഓഫ് മാർക്കിൽ പല ജില്ലകൾക്കും പല നീതി. 2024 നടന്ന പരീക്ഷയിൽ മലപ്പുറത്ത് 140 മാർക്ക് കട്ട് ഓഫ് നിർണയിച്ചപ്പോൾ പത്തനംതിട്ടയിൽ കട്ട് ഓഫ് 115 മാർക്ക് മാത്രമായിരുന്നു. എല്ലാ ജില്ലയിലും സ്കോളർഷിപ്പ് വീതിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ട് ഓഫ് ക്രമീകരണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വിശദീകരണം. ഇതോടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിടുക്കരായ വിദ്യാർത്ഥികളിൽ പലരും സ്കോളർഷിപ്പിന് പുറത്തായി എന്നാണ് പരാതി. കാണാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. സംസ്ഥാനത്തെ 8ാം തരം മുതൽ +2 വരെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പഠന സഹായമാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. വർഷം 12,000 രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പിന് അർഹരെ കണ്ടെത്തുന്നത് സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷയിലൂടെയാണ്. ഈ പരീക്ഷയിലാണ് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന വിവേചനം. 2024 നടന്ന പരീക്ഷയുടെ കാര്യമെടുക്കാം. സംസ്ഥാനത്താകെ ഒരൊറ്റ ചോദ്യപേപ്പർ. പക്ഷേ മലപ്പുറം ജില്ലയിൽ നിന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ 180-ൽ 140 മാർക്ക് വാങ്ങണം. എന്നാൽ പത്തനംതിട്ടയിൽ നിന്നുള്ള വിദ്യാർത്ഥി 115 മാർക്ക് മാത്രം നേടിയ സ്കോളർഷിപ്പിന് അർഹത ലഭിക്കും. ST ഭിന്നശേഷി സംവരണ മാനദണ്ഡങ്ങൾ എല്ലാം പാലിച്ച ശേഷമാണ് ഈ വിവേചനം. ഈ കട്ട് ഓഫ് മാർക്കിന്റെ ഘട്ടങ്ങൾ നോക്കുക, ജില്ലാ അടിസ്ഥാനത്തിലാണ് അവർ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് കുറേ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കാതെ പോകുന്നുണ്ട്. ഇത് നമ്മൾ വിവരാവകാശം കൊടുത്ത് നമ്മൾ ഇതിൻ്റെ കണക്കെടുത്ത് സമയത്ത് ഏകദേശം 2,970 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെടുന്നുണ്ട്. 115-ൻ്റെയും അതുപോലെ തന്നെ 140 1-2 മാർക്ക് ഡിഫറൻസ് അല്ലത്, അത്രയും മാർക്കുകളാണ് വരുന്നത്. ഇത് എക്സാമുകൾ നടക്കുന്ന സമയത്ത് എല്ലാ ജില്ലയിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവർ പറയുന്നത് ഇത് നമ്മൾ എല്ലാ ജില്ലക്കും ഒരേ പരിഗണന കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതുകൊണ്ട് എല്ലാ ജില്ലക്കും ഒരേ പരിഗണന അല്ല ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്, സർക്കാർ ചെയ്യുന്ന മലപ്പുറം ജില്ലയോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്. ഉയർന്ന കട്ട് ഓഫ് നിർണ്ണയിച്ചപ്പോൾ മലപ്പുറത്തെ നിരവധി വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പിന് പുറത്തായി. 115-നും 140-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങിയ 2,698 വിദ്യാർത്ഥികൾ മലപ്പുറത്തുണ്ടെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. 3,473 വിദ്യാർത്ഥികൾക്കാണ് ഒടുവിൽ സംസ്ഥാനത്ത് സ്കോളർഷിപ്പ് നൽകാനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് കോട്ടയായി കിട്ടിയത്. അത് ജില്ലാടിസ്ഥാനത്തിൽ വിഭജിക്കാനാണ് ഓരോ ജില്ലയിലും വ്യത്യസ്ത കട്ട് ഓഫ് നിർണ്ണയിച്ചത് എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. അതായത് കട്ട് ഓഫ് സംസ്ഥാനത്ത് ഒരേപോലെയാക്കിയാൽ മലപ്പുറത്തെ കൂടുതൽ മിടുക്കർക്ക് സ്കോളർഷിപ്പ് നൽകേണ്ടി വരുമെന്നർത്ഥം. മലപ്പുറത്ത് 139 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി അനർഹനായപ്പോൾ പത്തനംതിട്ടയിൽ 115 മാർക്ക് കിട്ടിയ വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് അർഹത നേടി. പുതിയ അധ്യയന വർഷത്തിലെങ്കിലും ഈ വിവേചനത്തിന് അറുതി ഉണ്ടാവണമെന്നാണ് ഉയരുന്ന പ്രധാന ആവശ്യം. മലപ്പുറത്തു നിന്നും ക്യാമറാമാൻ AB ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം.